Download now. CC Learning app. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും +2 ഒക്കെ പാസ്സായി കഴിഞ്ഞ് ഏതെങ്കിലും ഒരു മികച്ച ജോലി, അതും യൂണിഫോം തസ്തിക തന്നെ സ്വന്തമാക്കാനൊക്കെ ആഗ്രഹിച്ച് അതിനുവേണ്ടി എന്ത് പഠിക്കണം എന്നായിരിക്കും പരീക്ഷ. അതിനുള്ള ശാരീരിക വിദ്യാഭ്യാസ യോഗ്യതകൾ തനിക്കുണ്ടോ? മുൻപ് പരീക്ഷ എഴുതിയവരുടെ അനുഭവം എന്താണ്? എവിടെന്നെങ്കിലും കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ലഭിക്കുമോ? ഇങ്ങനെയൊക്കെ തിരഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ ഊളിയിട്ട് ഒടുവിൽ ഈ ക്ലാസ്സിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് നിങ്ങൾ പലരും, അല്ലേ? പ്രിയ ഉദ്യോഗാർത്ഥികളെ, ആമുഖമായി പറയട്ടെ, കോമ്പറ്റീറ്റീവ് ക്രാക്കർ കേരളത്തിലെ ഏറ്റവും മികച്ച PSC ഉദ്യോഗാർത്ഥികളുടെ ആശ്രയമായി പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്കതാ തുടക്കക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഞാനൊന്ന് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ, ഒന്ന് സിലബസ് അറിയണം, PSC കോഴ്സുകളെ പറ്റി അറിയണം, മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം, എന്നാൽ നമ്മുടെ കയ്യിൽ അധികം പണവും ചിലവാക്കാനില്ലാത്തവർക്ക് വേണ്ടി ഫ്രീ ആയി പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്താൽ അതിനകത്ത് നിരവധി മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ ആക്റ്റീവ് ക്വിസുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്കായി ചില PDF നോട്ടുകൾ അടക്കം നിങ്ങൾക്ക് വളരെ മികച്ചൊരു സഹായം ലഭ്യമാകുന്ന ഒരു ആപ്പാണ്. അപ്പോൾ അതാ ഒരു ആപ്പിനെ പരിചയപ്പെടുത്തിയേ, ഫ്രീ ആണേ, ഡൗൺലോഡ് ചെയ്യണേ. ഇപ്പോൾ തന്നെ ഈ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രദ്ധിക്കുക. പ്രിയ ഉദ്യോഗാർത്ഥികളെ, എൻ്റെ പേര് രാഖിൽ RS. അപ്പോഴേ നമ്മൾ ഇന്ന് എന്താണ് പറയാൻ പോകുന്നതെന്നല്ലേ? പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വലിയ വെല്ലുവിളിയായി യൂണിഫോം തസ്തിക മോഹിച്ച്, പ്രത്യേകിച്ചും +2 പാസ്സായ അപ്പോൾ തന്നെ ഒരു CPO ആകണം, അല്ലെങ്കിൽ WCPO ആണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് അതിനുവേണ്ടി അത്യാവശ്യം രാവിലെ എഴുന്നേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ തുടങ്ങിയിരിക്കുമ്പോഴാണ്, എന്നിട്ടാണ് പലരും ആദ്യ എഴുത്ത് പരീക്ഷയാണ്, അത് പാസ്സാകണമെന്ന് ചിന്തിക്കുക. അപ്പോൾ എഴുത്ത് പരീക്ഷയ്ക്ക് എന്തെല്ലാം ഉണ്ടെന്ന് വെറുതെ സിലബസ് ഒന്ന് പരിശോധിച്ചപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലായി, ഇതിൽ 20 മാർക്കിൻ്റെ ഒരു സംഭവം. എന്താണത്? സ്പെഷ്യൽ ടോപ്പിക് എന്ന പേരിൽ കേരള PSC 2019 ശേഷം പുതുതായി സിലബസിൽ ഉൾപ്പെടുത്തിയതാണ്. സ്പെഷ്യൽ ടോപ്പിക് എന്ന പേരിൽ ഒരു ഭാഗം സിലബസിൽ ഉൾപ്പെടുത്തി. 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്. അതായത് ജോലിയുടെ അല്ലെങ്കിൽ തസ്തികയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട 20 മാർക്ക്. ഈ 20 മാർക്കിന്റെ ഭാഗത്ത് വളരെ വിലപ്പെട്ട 3 ക്രിമിനൽ നിയമങ്ങളാകട്ടെ 2024 ഇന്ത്യയിൽ നിലവിൽ വരികയും കേരള PSC പഴയ നിയമങ്ങളെ പരിഷ്കരിച്ചുകൊണ്ട് 3 ക്രിമിനൽ നിയമങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഞാനത് ഏറെയും പറയുന്നത്, ഈ കഴിഞ്ഞ ഒരു 2-3 വർഷമായി ടേമായി CPO WCPO യൂണിഫോം പരീക്ഷയൊക്കെ എഴുതി നല്ല തഴക്കവും പഴക്കവും വന്ന ഉദ്യോഗാർത്ഥികളോടല്ല. ഈ ക്ലാസ് കാണുന്ന ഒരു ഐഡിയയുമില്ല. എവിടെ തുടങ്ങണം, എന്ത് തുടങ്ങണം, എന്താണ് സിലബസ്, ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് സിലബസിനെ ഒന്ന് പരിചയപ്പെടാം. ബുദ്ധിമുട്ടാണോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സിലബസിലേക്ക് ഒന്ന് പോകാം. പ്രിയ ഉദ്യോഗാർത്ഥികളെ, കാക്കിപ്പടയുടെ ഭാഗമാകാൻ നിങ്ങൾ തീരുമാനിക്കുന്നുവെങ്കിൽ നിങ്ങളത് ആയിരിക്കും. WCPO CPO പരീക്ഷ കേരള PSC ഇതാ ഉടനെ പുറപ്പെടുവിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷനാണ്. അഭിമാനപൂർവ്വം നിങ്ങൾക്ക് ഈ സേനയിൽ അംഗമാകാം. എഴുത്തു പരീക്ഷ നമുക്ക് വിജയിക്കാം. നോക്കൂ, CPO WCPOയുടെ സ്പെഷ്യൽ ടോപ്പിക്കിനെ പരിചയപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ സെക്ഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുക. അപ്പം നമുക്ക് ഈ സെക്ഷനിലേക്ക് പോകാം. സുപ്രധാന നിയമങ്ങൾ ഇനി എങ്ങനെ പഠിക്കണം? അപ്പം എത്ര മാർക്കിനാണെന്ന് ചോദിച്ചാൽ 20 മാർക്കിൻ്റെ ടോപ്പിക്കാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആക്ട്, സുപ്രധാന നിയമങ്ങൾ, അല്ലേ? അപ്പം നമുക്ക് നോക്കുക, 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുത്തിയ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. 3 ക്രിമിനൽ നിയമങ്ങൾ പുതുതായി സിലബസിൽ ഉൾപ്പെടുത്തി. ഒപ്പം തന്നെ IT ആക്ട് 2000 പുതിയൊരു വകുപ്പ് ഇൻസർട്ട് ചെയ്തു, അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഏതൊക്കെയാണ് 3 ക്രിമിനൽ നിയമങ്ങൾ? നമ്മൾ താഴേക്ക് പറയും. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഭാരതീയ ന്യായ സംഹിത 2023 BNS, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 BNSS, ഭാരതീയ സാക്ഷ്യ അധിനിയം 2023. ഈ 3 നിയമങ്ങളാണ് പുതുതായി സിലബസിൽ കൂട്ടിച്ചേർത്തത്. ഒപ്പം പഴയ നിയമമായ IT ആക്ട് 2000 സെക്ഷൻ 78 എന്നൊരു സെക്ഷൻ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. അപ്പോൾ നോക്കുക, IT ആക്ടിൽ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ സെക്ഷൻ 78 പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഒഫൻസസ് എന്നാണ്. കുറ്റകൃത്യങ്ങൾ
മേൽ അന്വേഷണം നടത്താനുള്ള അധികാരങ്ങളെ പറ്റി അല്ലെങ്കിൽ അധികാരികളെ പറ്റി പറയുന്ന വകുപ്പാണ് സെക്ഷൻ 78. അപ്പൊ നമുക്ക് ഓരോ നിയമങ്ങൾക്കും പകരം വന്ന പ്രധാനപ്പെട്ട നിയമങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. 3 ക്രിമിനൽ നിയമങ്ങളാണ് കൂട്ടിച്ചേർത്തത്. പഴയ ഒരു നിയമം IPC 1860, ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്ന വലിയ നിയമം. 2024 വരെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ക്രിമിനൽ നിയമമായിരുന്നു ഏത്? IPC 1000. ഇത് തന്നെ ഒരു മാർക്കിന് ചോദിച്ചതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത ഏത് നിയമത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഏത് നിയമത്തിന് പകരമാണ് നിലവിൽ വന്നത് എന്ന് ചോദിക്കുമ്പോൾ IPC 1860. IPC 1860 പരിഷ്കരിച്ചുകൊണ്ട് വന്ന പുതിയ നിയമത്തിന്റെ പേര് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഓർത്തിരിക്കുക, ദി ഭാരതീയ ന്യായ സംഹിത 2023. ഭാരതീയ ന്യായ സംഹിത. ഓക്കെ. അതുപോലെ മറ്റൊരു നിയമമാണ്, ഇതാ കണ്ടോ നിങ്ങൾ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. ഇന്ത്യൻ തെളിവ് നിയമം എന്നൊക്കെ പറയും, ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇതിനെ തിരുത്തിക്കൊണ്ട് പകരം വന്ന ഒരു നിയമത്തിന്റെ പേരാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം 2023. ഉണ്ടോ? ഭാരതീയ സാക്ഷ്യ അധിനിയം 2023. അതുപോലെ മറ്റൊരു നിയമമാണ് ദി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973, CRPC 1973. അതിനു പകരം വന്ന നിയമത്തിന്റെ പേരാണേത്? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023. അപ്പൊ ഈ 3 ക്രിമിനൽ നിയമങ്ങളാണ് പുതുതായി കൂട്ടിച്ചേർത്തത്. നമുക്കിനി സിലബസിലേക്ക് വന്നാൽ ഈ കാണുന്നതാണ് നിങ്ങളുടെ CPO WCPയുടെ ടോട്ടൽ സിലബസ്, 100 മാർക്കിന്റെ സിലബസ്. ഈ സിലബസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് ഏതാണ്? നമ്മളിപ്പോ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് അല്ലെ, പാർട്ട് 6 കിടക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്ക്. നോക്കൂ, ജോലിയുടെ അല്ലെങ്കിൽ തസ്തികയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ 20 മാർക്കിന്റെ ടോപ്പിക്കാണ്. 20 മാർക്ക്. അപ്പൊ ഈ 20 മാർക്കിൽ ഈ ക്രിമിനൽ നിയമങ്ങളാണ് സാധാരണ. 20 മാർക്കിൽ പൊതുപരീക്ഷയ്ക്കുള്ള ചില നിയമങ്ങളുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ IT ആക്ട് എന്നറിയപ്പെട്ട നിയമം, അതുപോലെ തന്നെ വിവരാവകാശ നിയമം പോലെയുള്ള നിയമങ്ങൾ, അതുപോലെ പോക്സോ നിയമം പോലെയുള്ള നിയമങ്ങളൊക്കെ കോമൺ എല്ലാ പരീക്ഷയ്ക്കും ഉള്ളതാണ്. എന്നാൽ ഇവിടെ ഈ ക്രിമിനൽ നിയമങ്ങളാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നതും CPO WCPO പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കുക, ഇതില് 20 മാർക്കിന്റെ വിലപ്പെട്ട ആദ്യ പാർട്ട് കണ്ടോ, 4 മാർക്കിന്റെ ടോപ്പിക്കാണ് ഭാരതീയ ന്യായ സംഹിത 2023. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ പറയപ്പെട്ട BNS എന്ന് നമ്മൾ ചുരുക്കി വിളിക്കുന്നു. 4 മാർക്കാണ്. അത് കഴിഞ്ഞാൽ അടുത്തൊരു ഭാഗമാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, വീണ്ടും 3 മാർക്കിന്റെ ഭാഗമാണ്. BNSS എന്ന് നമ്മൾ ചുരുക്കി വിളിക്കും, BNSS. അതുപോലെ മൂന്നാമത്തെ ഭാഗമാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം, 2 മാർക്ക് സിലബസിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ 3 ക്രിമിനൽ നിയമങ്ങളിലേക്കും ഉള്ള വളരെ പ്രധാനപ്പെട്ട 3 ക്രിമിനൽ നിയമങ്ങളുടെയും ഭാഗമായ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇതുവരെ കേരള PSC ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ പഠിക്കാനായിട്ട് പോവുക. അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാൻ നോക്കൂ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: BNS പ്രകാരം ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിലും എത്ര ദിവസം അധികരിക്കാൻ പാടില്ല? ഓപ്ഷൻ A 14, ഓപ്ഷൻ B 10, ഓപ്ഷൻ C 7, ഓപ്ഷൻ D 21. 4 ഓപ്ഷനുകളാണ്. പറയാമോ ഏതായിരിക്കും ശരി ഉത്തരമെന്ന്? ഏകാന്ത തടവിന് വിധിക്കപ്പെടുന്ന ഒരു പ്രതി അയാളുടെ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിലും എത്ര ദിവസത്തിൽ കൂടാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ ശരി ഉത്തരം ഏതാണ്? പറയൂ. ഉത്തരം 14 days ആണ്. ഓപ്ഷൻ A 14 ദിവസത്തിൽ കൂടാൻ പാടില്ല. ഇത് കുറച്ച് പഠിക്കുന്നവർക്ക് ഒരു സംശയം തോന്നാം, എന്താണ് ഏകാന്ത തടവ്, ഇതിന്റെ കാലാവധി എങ്ങനെയാണ്, എപ്രകാരമാണ്? മാത്രമല്ല ചിലരെങ്കിലും 3 മാസം വരെ ഏകാന്ത തടവ് വിധിക്കാമെന്നൊക്കെ പഠിച്ചു കാണും. കുറച്ച് പഠിക്കുന്നവരുടെ കാര്യമാണ്, ഇല്ലാത്തവർക്ക് ഡൗട്ടൊന്നുമില്ല. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികളെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏകാന്ത തടവ് ഒരുമിച്ച്, അതായത് ഒരു സ്റ്റേജിൽ ഒറ്റഘട്ടമായി
അനുഭവിപ്പിക്കുമ്പോൾ അത് എത്ര ദിവസം കൂടാൻ പാടില്ലെന്ന്? 14 ദിവസം കൂടാൻ പാടില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് PSCയുടെ ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് ആർക്കാണ് ഈ ഏകാന്ത തടവിന് വിധിക്കപ്പെടുന്നത്? ആർക്കാണ്? എല്ലാ കുറ്റങ്ങൾക്കും, എല്ലാ പ്രതികൾക്കും, എല്ലാ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്കും ഏകാന്ത തടവ് അനുഭവിക്കേണ്ടതുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. പിന്നെ ആർക്കാണ്? പ്രത്യേക കുറ്റകൃത്യങ്ങൾക്ക് കഠിന തടവ്, റിഗോറിയസ് ഇംപ്രിസൺമെന്റിന് വിധിക്കപ്പെട്ട പ്രതികളാണ് അവരുടെ ശിക്ഷാ കാലാവധിയുടെ ഏതെങ്കിലും ഭാഗത്ത് ഏകാന്ത തടവ് അനുഭവിക്കണം. അപ്പൊ ചോദിക്കാം, ഏകാന്ത തടവ് അനുഭവിക്കേണ്ട പ്രത്യേകതരം ജയിൽ പുള്ളികൾ അല്ലെങ്കിൽ പ്രിസണേഴ്സ് ആരാണ്? ഈ കഠിന തടവിന് വിധിക്കപ്പെട്ടവർക്ക് മാത്രമേ എന്ത് അനുഭവിക്കേണ്ടതുള്ളൂ? ഏകാന്ത തടവ്. ഏകാന്ത തടവ് എന്ത് പറയും ഇംഗ്ലീഷിൽ? സോളിറ്ററി കൺഫൈൻമെന്റ്. സോളിറ്ററി കൺഫൈൻമെന്റ്. ക്ലിയർ ആണോ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട സെക്ഷനുകൾ പെട്ടെന്ന് പരിചയപ്പെടുത്താം. ഇപ്പൊ തന്നെ നോട്ട് എഴുതി പഠിച്ചോണേ. നോക്കൂ ഉദ്യോഗാർത്ഥികളെ, സെക്ഷൻ 11 ആണ് ഏകാന്ത. അപ്പൊ ഏത് BNS-ലെ വകുപ്പ് 11 എന്തിനെ പറ്റി പറയുന്നു? ഏകാന്ത തടവ്, സോളിറ്ററി കൺഫൈൻമെന്റിനെ പറ്റി പറയുന്നു. ഈ സംഹിത പ്രകാരം കണ്ടോ, കോടതിക്ക് കഠിന തടവിന് ശിക്ഷ നൽകാൻ അധികാരമുള്ള ഒരു കുറ്റകൃത്യത്തിൽ ആരെങ്കിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുമ്പോൾ അങ്ങനെയുള്ള കോടതിക്ക് അതിന്റെ ശിക്ഷയിലൂടെ കുറ്റവാളിയെ ശിക്ഷിക്കപ്പെട്ട തടവിന്റെ ഏതെങ്കിലും ഭാഗത്ത്, അല്ലെ, ആകെ ശിക്ഷിക്കപ്പെട്ട പിന്നെ കാലാവധിയുടെ ആദ്യമോ അവസാനമോ നടുക്കോ ഏതെങ്കിലും ഭാഗത്ത് 3 മാസത്തിൽ കൂടാത്ത താഴെ പറയുന്ന സ്കെയിൽ അനുസരിച്ച് ഏകാന്ത തടവിൽ പാർപ്പിക്കാൻ ഉത്തരവിടാം. അപ്പൊ ചോദിക്കുന്നു, ഒരു കോടതി കഠിന തടവിന് ശിക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ പരമാവധി എത്ര കാലം വരെ ഏകാന്ത തടവിന് വിധിക്കാം ചോദിച്ചാൽ 3 മാസം വരെ. പരമാവധി 3 മാസം വരെ ഏകാന്ത തടവിന് വിധിക്കാം. പക്ഷെ ഇവിടുത്തെ ചോദ്യത്തിൽ നിന്ന് കണ്ടോ, 3 മാസമൊന്നും ഇല്ലല്ലോ, 14 എന്നല്ലേ ഉള്ളൂ. എന്താ കാര്യം? അത് ഏകാന്ത തടവിന്റെ പരമാവധി കാലാവധിയാണ് പറയുക. എത്ര ദിവസം അധികരിക്കാൻ പാടില്ല. അപ്പോൾ BNS-ൽ ഏകാന്ത തടവിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഏതാണ്? സെക്ഷൻ 11 ആണ്. സെക്ഷൻ 11 ആണ്. അപ്പൊ എല്ലാ പ്രതികൾക്കും ഏകാന്ത തടവില്ല, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നോക്കുക, സംഹിത പ്രകാരം കോടതി കഠിന തടവിന് ശിക്ഷ നൽകാൻ അധികാരമുള്ള ഒരു കുറ്റകൃത്യത്തിൽ ആരെങ്കിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുമ്പോൾ കോടതിക്ക് അതിന്റെ ശിക്ഷയിലൂടെ കുറ്റവാളികളെ ശിക്ഷിക്കപ്പെട്ട തടവിന്റെ ഏതെങ്കിലും ഭാഗത്തേക്ക്, ആദ്യമോ അവസാനമോ ഏതെങ്കിലും ഭാഗത്ത് 3 മാസത്തിൽ കൂടാത്ത, കണ്ടോ, 3 മാസത്തിൽ കൂടാത്ത താഴെ പറയുന്ന സ്കെയിൽ അനുസരിച്ചുള്ള ഏകാന്ത തടവിന് ഉത്തരവിടാം എന്ന കാര്യം ഓർക്കണം. മനസ്സിലാവുന്നുണ്ടോ? 3 മാസം. അപ്പോ ഏകാന്ത തടവിന്റെ പരമാവധി കാലാവധി 3 മാസം. പക്ഷെ ഇവിടുത്തെ നമ്മുടെ ചോദ്യപേപ്പറിൽ 3 മാസം എന്നൊരു ഓപ്ഷൻ കാണുന്നില്ല. പിന്നെ എന്താണ്? 14 ദിവസം എന്നായിരുന്നു ശരി ഉത്തരം. കാരണം എന്തുകൊണ്ടാണ്? നോക്കുക, BNS പ്രകാരം ശിക്ഷ നടപ്പാക്കുമ്പോൾ, കണ്ടോ, ശിക്ഷ നടപ്പാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിൽ എത്ര ദിവസം അധികരിക്കാം? ഇതാണ് ചോദ്യം. ശിക്ഷ വിധിക്കുമ്പോഴാണ് എത്ര? പരമാവധി 3 മാസം വരെ എന്ന് പറയുക. നടപ്പാക്കുമ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ, ഒരു ഘട്ടമായി ആ 1 മാസത്തേക്ക് അല്ലെങ്കിൽ 3 മാസം വരെ ഏകാന്ത തടവ് അനുഭവിപ്പിക്കാൻ പാടില്ല. ഒറ്റത്തവണയായി ഏകാന്ത തടവ് നടപ്പാക്കുമ്പോൾ അത് എത്ര ദിവസമാണ്? 14 ദിവസം. ഇതാണ് വ്യത്യാസം, ഓർത്തിരിക്കുക. ഇനി ഏകാന്ത തടവിന്റെ ആ ഒരു കാലാവധി നമുക്ക് നോക്കാം. അപ്പോ ഏകാന്ത തടവിന്റെ കാലാവധിയെ പറ്റി പറയുന്നത് നമുക്കറിയാം, ഭാരതീയ ന്യായ സംഹിതയുടെ ഏത് വകുപ്പിലാണ്? സെക്ഷൻ 11 പറയുക. അതിൽ കാലാവധിയായിട്ട് പറയുക കോടതി വിധിക്കപ്പെടുന്ന കാലാവധി. നോക്കുക, ആകെ തടവ്, ഒരു വ്യക്തിയുടെ ആകെ കഠിന തടവ് 6 മാസത്തിൽ താഴെ മാത്രം, അതായത് പരമാവധി 6 മാസം വരെ മാത്രമേ തടവുള്ളൂ എങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ഏകാന്ത തടവിന്റെ കാലാവധി പരമാവധി 1 മാസത്തിൽ കൂടാത്ത സമയം അല്ലെങ്കിൽ 1 മാസം വരെ മാത്രമായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഒരു തടവ് കാലാവധി 6 മാസത്തിന് താഴെയാണെങ്കിൽ ഏകാന്ത തടവിന്റെ കാലാവധി മാക്സിമം 1 മാസം വരെ. ഇനി തടവ് കാലാവധി 6 മാസം മുതൽ 1 വർഷം വരെയാണെങ്കിൽ, തടവ് ശിക്ഷ 6 മാസം മുതൽ 1 വർഷം വരെയാണെങ്കിൽ പരമാവധി ഏകാന്ത തടവ് എത്രയാണ്? 2 മാസം. കണ്ടോ, 2 മാസമാണ് പരമാവധി ഏകാന്ത തടവ്. ഇനി തടവ് കാലാവധി, തടവ് ശിക്ഷ 1 വർഷത്തിന് മുകളിലാണെങ്കിൽ, 1 വർഷത്തിന് മുകളിലാണെങ്കിൽ ഏകാന്ത തടവിന്റെ പരമാവധി കാലാവധി എത്രയാണ്? 3 മാസം വരെ ആയിരിക്കും. 3 മാസം വരെ. അപ്പോ ഏകാന്ത തടവിന്റെ കാലാവധികളെ പറ്റിയാണ് പ്രതിപാദിക്കുക. ഏകാന്ത തടവിന്റെ കാലാവധി ഓർത്തിരിക്കണം, മറക്കരുത്. പരമാവധി ഏകാന്ത തടവ് 6 മാസം വരെ ആണെങ്കിൽ, ആകെ കഠിന തടവ് 6 മാസം വരെ ആണെങ്കിൽ ഏകാന്ത തടവ് പരമാവധി 1 മാസം വരെ മാത്രമേ പാടുള്ളൂ. ഒരു വ്യക്തിയുടെ കഠിന തടവിന്റെ കാലാവധി 6 മാസത്തിന് മുകളിൽ 1 വർഷത്തിന് താഴെ വരെ ആണെങ്കിൽ
ഏകാന്ത തടവിന്റെ കാലാവധി പരമാവധി 2 മാസം വരെ മാത്രമേ പാടുള്ളൂ. 3, ഒരു വ്യക്തിയുടെ കഠിന തടവ് 1 വർഷത്തിന് മുകളിലാണെങ്കിൽ ഏകാന്ത തടവിന്റെ പരമാവധി കാലാവധി 3 മാസം വരെ. അപ്പൊ ചോദിക്കാം, ഒരു കോടതിക്ക് ഏത് സാഹചര്യത്തിലും ഏകാന്ത തടവിന് പരമാവധി വിധിക്കാൻ കഴിയുന്ന കാലം ചോദിച്ചാൽ 3 മാസം വരെ മാത്രമേ ഏകാന്ത തടവ് വിധിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഇനി ഏകാന്ത തടവ് നടപ്പിലാക്കുമ്പോൾ അത് എങ്ങനെയാണെന്നാണ് തൊട്ടടുത്ത വകുപ്പ് 12 പറയുക. കണ്ടോ? അപ്പോ ഏകാന്ത തടവിന്റെ ഒറ്റത്തവണയുള്ള സ്ട്രക്ചർ, അതിന്റെ പരിധി എന്താണെന്ന് പറയുന്ന വകുപ്പാണ് നമ്മൾ പറഞ്ഞു ഏതാണ്, 12 സെക്ഷൻ 12 ഏകാന്ത തടവിന്റെ പരിധിയെ പറ്റി പറയുന്നു. അതിങ്ങനെയാണ്, എന്താ പറയുക, ഒരിക്കൽ നൽകാവുന്ന പരിധിയെ പറ്റിയാണ്. ഒറ്റത്തവണയായി ഏകാന്ത തടവിന് വിധിക്കപ്പെടുമ്പോഴുള്ള പരിധിയാണ് പറയുക, അല്ലേ? ഒറ്റത്തവണയായി ഏകാന്ത തടവിന് വിധിക്കപ്പെടുമ്പോൾ അത് ഒരു സാഹചര്യത്തിലും 14 ദിവസത്തിൽ കൂടാൻ പാടില്ല. അതായത് ഒറ്റത്തവണ ആരംഭിച്ചു കഴിഞ്ഞാൽ 14 ദിവസം, മാക്സിമം 14 ദിവസം വരെ മാത്രമേ ഏകാന്ത തടവിന് വിധിക്കാൻ പാടുള്ളൂ. 14 ദിവസം കഴിഞ്ഞാൽ അതേ ദിവസം ഗ്യാപ്പ് അല്ലെങ്കിൽ ഇടവേളയ്ക്ക് ശേഷം മാത്രമേ, ഇടവേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് സാധാരണ തടവായിരിക്കും, ശേഷം മാത്രമേ വീണ്ടും കഠിന തടവ്, നമ്മുടെ ഈ ഏകാന്ത തടവിന് വിധിക്കാൻ പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നോക്കുക, ഒരിക്കൽ നൽകാവുന്ന പരിധിയാണ്. ഒരു സമയം പരമാവധി എത്ര ദിവസം? 14 ദിവസം കണ്ടോ മാത്രമേ ഒരാളെ ഏകാന്ത തടവിൽ പാർപ്പിക്കാൻ പാടുള്ളൂ. ഇടവേളകളാണ്. ഒരു ഏകാന്ത തടവ് കാലാവധി കഴിഞ്ഞാൽ അത്രയും തന്നെ ദിവസം സാധാരണ തടവിൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഏകാന്ത തടവ് ആരംഭിക്കാൻ പാടുള്ളൂ. ഓക്കെ, ശിക്ഷ 3 മാസത്തിൽ കൂടുതലാണെങ്കിൽ, 3 മാസത്തിൽ കൂടുതൽ ശിക്ഷയുള്ള ഒരു പിന്നീട് തടവ് ശിക്ഷയുള്ള വ്യക്തിയാണെങ്കിൽ, മൊത്തം തടവ് ശിക്ഷ 3 മാസത്തിൽ കൂടുതലുള്ള സാഹചര്യത്തിൽ ഒരു മാസത്തിൽ പരമാവധി 7 ദിവസം മാത്രമേ ഏകാന്ത തടവ് നൽകാൻ പാടുള്ളൂ. ഇതിനിടയിലും തുല്യമായ ഇടവേളകൾ നൽകണം. അപ്പൊ ഒരു വ്യക്തിയുടെ ശിക്ഷാ കാലാവധി നമ്മൾ പറഞ്ഞല്ലോ 6 മാസത്തിൽ താഴെയാണ് ശിക്ഷയെങ്കിൽ പരമാവധി ഏകാന്ത തടവിന്റെ കാലാവധി എത്രയാണ്? 1 മാസം. മനസ്സിലാവുന്നു? ഈ 1 മാസം ഒറ്റ സ്ട്രെച്ചില് ഒരു മാസം തന്നെ ഈ 1 മാസത്തെ ശിക്ഷ 30 ദിവസം കൊണ്ടങ്ങ് തീർക്കാൻ കഴിയില്ല. അതാണ് പറയുക. 3 മാസത്തിൽ കൂടുതൽ, കൃത്യമായി പറയുന്നു, ശിക്ഷ 3 മാസത്തിൽ കൂടുതലാണെങ്കിൽ അയാളുടെ ഏകാന്ത തടവ് നടപ്പിലാക്കേണ്ടത് 1 മാസത്തിലും 7 ദിവസത്തിൽ കൂടുതൽ പാടില്ല. അതായത് 1 മാസത്തിൽ മാക്സിമം 7 ദിവസം. 7 ദിവസം കഴിഞ്ഞാൽ അടുത്ത 7 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കണം അടുത്ത ഏകാന്ത തടവ്. അല്ലാതെ ഒരുമിച്ച് അങ്ങ് 14 ദിവസം പാടില്ല. അപ്പൊ അത് 3 മാസത്തിൽ കൂടുതൽ, 3 മാസത്തിന് താഴെയാണെങ്കിൽ ഒരുമിച്ച് എന്ത് ചെയ്യാം? 14 ദിവസം വരെ മാക്സിമം ഏകാന്ത തടവ് ഒറ്റ ഘട്ടത്തിൽ വിധിക്കാം അല്ലെങ്കിൽ നടപ്പിലാക്കാം. എന്നാൽ ഒരു വ്യക്തിയുടെ ശിക്ഷാ കാലാവധി 3 മാസത്തിൽ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അയാൾക്ക് കുറേ സമയമുണ്ട്, 3 മാസത്തിൽ കൂടുതലാണ്. അപ്പൊ പിന്നെ ഏകാന്ത തടവ് ഒറ്റ സ്ട്രെച്ചിൽ ഒരുമിച്ച് അനുഭവിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് തടവുകാരുടെ മാനസിക ആരോഗ്യത്തെയൊക്കെ ബാധിക്കാതിരിക്കാത്ത രൂപത്തിൽ ഏകാന്ത തടവിന് വിധിക്കപ്പെടുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുക. മനസ്സിലാവുന്നുണ്ടോ? എന്താണെങ്കിലും ശരി, ഇവിടെ ഓർത്തിരിക്കണം, ഒരു വ്യക്തിയുടെ സാധാരണ തടവ് അല്ലെങ്കിൽ കഠിന തടവ് 3 മാസത്തിന് മുകളിലാണെങ്കിൽ 1 മാസത്തിലും ഏകാന്ത തടവിന്റെ ഡ്യൂറേഷൻ പരിധി പരമാവധി 7 ദിവസത്തിൽ കൂടാൻ പാടില്ല. 7 ദിവസം കഴിഞ്ഞാൽ അതേ 7 ദിവസം സാധാരണ തടവിൽ കഴിയാൻ ഇടവേള നൽകിയ ശേഷം മാത്രമേ അടുത്ത ഏകാന്ത തടവിന് വിധിക്കാൻ പാടുള്ളൂ എന്നും പറയുന്നു. അപ്പൊ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. നോക്കുക, BNSലെ തന്നെ അടുത്ത ചോദ്യം. BNSSലെ ഏത് അധ്യായമാണ് ക്രമസമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉണ്ടോ? ഏത് അധ്യായമാണ് ക്രമസമാധാനം ശാന്തത, അതായത് പബ്ലിക് ട്രാങ്ക്വിലിറ്റിയെ പറ്റിയാണ് പറയുന്നത്? ഏത് അധ്യായത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശരി ഉത്തരം അധ്യായം 10, 11, 9, 12. ഏതായിരിക്കും ശരി ഉത്തരം? ഉത്തരം ഒന്നേ ഉള്ളൂ. അധ്യായം ഏതാണ്? അധ്യായം 11. ഇത് ഏതാണ്? BNSS ആണ്. അതായത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. പൊതുശാന്തതയ്ക്കെതിരായി സമൂഹത്തിന്റെ സ്വാഭാവികതയെ നശിപ്പിക്കാനുള്ള ആക്ടിവിറ്റീസ് ആണ് ഈ പറയപ്പെട്ട അധ്യായം 11 പ്രതിപാദിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ BNSല് നമുക്കറിയാം ആകെ ഉള്ള അധ്യായങ്ങളുടെ നോക്കുക, കണ്ടോ,
നമ്മൾ പറഞ്ഞില്ലേ, ഒഫൻസസ് അഗൈൻസ്റ്റ് പബ്ലിക് ട്രാങ്ക്വിലിറ്റി, പൊതുശാന്തതയ്ക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ 189 മുതൽ 197 വരെ നീളുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് അല്ലേ. നമുക്കറിയാം പ്രധാനപ്പെട്ട അധ്യായങ്ങൾ അല്ലേ, 1 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളാണ് പ്രതിപാദിക്കുക. അതിൽ 11ാമത്തെ അധ്യായമാണ് പബ്ലിക് ട്രാങ്ക്വിലിറ്റി. കണ്ടോ നിങ്ങൾ, പൊതു സമാധാനത്തെ ബാധിക്കുന്ന കുറ്റകൃത്യം. അപ്പൊ അധ്യായങ്ങൾ 20 പെട്ടെന്ന് ഒന്ന് ഞാൻ പറയാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1ാമത്തെ അധ്യായം എല്ലാ നിയമത്തിലും ഏതായിരിക്കും? ഏതായിരിക്കും? പ്രിലിമിനറി ആണ്. അതായത് ഡെഫിനിഷൻസ്, കമൻസ്മെന്റ്, ഇനാക്ട്മെന്റ്, ഷോർട്ട് ടൈറ്റിൽ, ഇതൊക്കെ ആയിരിക്കും അധ്യായം 1. ഇവിടെയും മാറ്റമില്ല. അധ്യായം 1 പ്രാഥമിക കാര്യങ്ങൾ, പ്രിലിമിനറി തന്നെയാണ് പറയുക. ഇനി അധ്യായം 2 ശിക്ഷകളെ പറ്റി പറയുക, പണിഷ്മെന്റിനെ പറ്റി പറയുന്ന അധ്യായം 2. അധ്യായം 3 ജനറൽ എക്സെപ്ഷൻസ് ആണ്, പൊതുവായ ഒഴിവാക്കലുകൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് കുറ്റമാണെന്ന് തോന്നും, എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ കുറ്റമല്ല. ഉദാഹരണത്തിന്, ഒരാളിന്റെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു, കുറ്റമാണോ? പിന്നെ അല്ലേ, അറ്റംപ്റ്റ് ടു മർഡർ ആണ്. എന്നാൽ തങ്ങളുടെ വീട്ടിൽ കയറി തങ്ങളുടെ ഭവനഭേദനം നടത്തുന്ന ഒരു കള്ളനെ, ഒരു മോഷ്ടാവിനെ പ്രതിരോധിക്കാൻ വേണ്ടി തലക്കടിക്കുന്നു, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് കുറ്റമാണോ? അല്ല. അപ്പൊ ഇങ്ങനെ ചില സാഹചര്യങ്ങൾ കുറ്റമല്ലാതായി മാറുന്ന സാഹചര്യം, ഇത്തരം സാഹചര്യങ്ങളെയാണ് ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുക, പൊതുവായ ഒഴിവാക്കലുകൾ. മനസ്സിലാവുന്നുണ്ടോ? അധ്യായം 4 എന്താണ് പറയുക? കുറ്റകൃത്യങ്ങളിൽ പങ്കുചേരുന്നതാണ്. അബറ്റ്മെന്റ് ഓഫ് എ ക്രൈം ആണ്. കോൺസ്പിറസി, ഗൂഢാലോചനയിൽ പങ്കെടുക്കുക, കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണ നൽകുന്ന തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് അധ്യായം 4. അധ്യായം 5 സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള കുറ്റകൃത്യങ്ങളാണ്. BNS-ലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള കുറ്റകൃത്യങ്ങളാണ് അതിൽ പറയുക. അതുപോലെ അധ്യായം 6 മനുഷ്യശരീരത്തെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങളാണ്. അധ്യായം 7 രാജ്യത്തിനെതിരായുള്ള കുറ്റകൃത്യങ്ങളാണ് അല്ലേ. അതായത് രാജ്യദ്രോഹം, ദേശദ്രോഹം ഒക്കെ പറയുന്ന കുറ്റകൃത്യങ്ങളാണ്, ഒഫൻസസ് അഗൈൻസ്റ്റ് ദ സ്റ്റേറ്റ്. അതുപോലെ അധ്യായം 8 സായുധ സേനയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ. അധ്യായം 9 തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ്. അതുപോലെ അധ്യായം 10 നാണയങ്ങൾ, ബാങ്ക് നോട്ടുകൾ, കറൻസി നോട്ടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ. അധ്യായം 11 പൊതുസമാധാനത്തെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ, പബ്ലിക് ട്രാങ്ക്വിലിറ്റി ഉണ്ടോ. അധ്യായം 12 പൊതുപ്രവർത്തകരുടെ അധികാരങ്ങൾ നിലനിർത്തുന്നതിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളാണ്, ലംഘിക്കുന്നതിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളാണ്. അധ്യായം 13 തെറ്റായ തെളിവുകൾ നൽകുന്നതിനും നീതിനിർവഹണത്തെ തടസ്സപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അധ്യായം 14 പൊതുജനാരോഗ്യം, സുരക്ഷ, ധാർമ്മികത എന്നിവയെ ബാധിക്കുന്നവ. അധ്യായം 15 മതപരമായ കുറ്റകൃത്യങ്ങൾ. അധ്യായം 16 മോഷണം, പിടിച്ചുപറിയും മറ്റു ബന്ധപ്പെട്ട ഒഫൻസസ് അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി, സ്ഥാപന ജംഗം വസ്തുക്കൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ. അധ്യായം 17 രേഖകൾ, സ്വത്ത്, അടയാളങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ. അധ്യായം 18 വിവാഹവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ. അധ്യായം 19 അപകീർത്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഡിഫോമേഷൻ ആണ്. അധ്യായം 20 ക്രിമിനൽ, ഭീഷണിപ്പെടുത്തൽ, അപമാനിക്കൽ തുടങ്ങിയവ. ഇതൊക്കെയാണ് അധ്യായങ്ങൾ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു നമ്മുടെ പൊതു ശാന്തതയെ. നമ്മുടെ അടുത്ത ചോദ്യം ഇതായിരുന്നു, BNS-ന്റെ ഏത് അധ്യായമാണ് ക്രമസമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന? അധ്യായം 11 ശരി ഉത്തരം. നമ്മൾ പറഞ്ഞു ഒഫൻസസ് അഗൈൻസ്റ്റ് ദ പബ്ലിക് ട്രാങ്ക്വിലിറ്റി എന്ന അധ്യായമാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണ് നമ്മൾ. കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി ആരാണ്? പോലീസ് ആക്ട്, കേരള പോലീസ് ആക്ട് 2011 പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി ആരാണെന്നാണ് ചോദ്യം. ഉണ്ടോ? ഓപ്ഷൻ എ ആഭ്യന്തരമന്ത്രി, ഓപ്ഷൻ ബി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി, ഓപ്ഷൻ സി സംസ്ഥാന പോലീസ് മേധാവി, ഓപ്ഷൻ ഡി ചീഫ് സെക്രട്ടറി. ഏതായിരിക്കും ശരി ഉത്തരം? ശരി ഉത്തരം ഒന്നേ ഉള്ളൂ. ആരായിരിക്കും അത്? സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നതാണ്. സംസ്ഥാന സുരക്ഷാ കമ്മീഷന്റെ സെക്രട്ടറി ആയിരിക്കുന്ന വ്യക്തി ആരായിരിക്കും? അതുണ്ടോ, സംസ്ഥാന പോലീസ് മേധാവി. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം അല്ലേ. സംസ്ഥാന പോലീസ് മേധാവി എന്ന് പറഞ്ഞ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ DGP, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അല്ലേ. നമുക്കറിയാം IPS തസ്തികയിലുള്ള, IPS കേഡറിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ഒരു സംസ്ഥാനത്തിൽ നിയമനം കിട്ടാവുന്ന ഏറ്റവും വലിയ പദവിയാണ് ഏത്? സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നറിയപ്പെടുന്ന DGP അല്ലേ. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യ വനിതാ DGP ആരെന്ന് ചോദിച്ചാൽ ആര് പറയാം? ഇന്ത്യയിലെ ആദ്യ ഏതോ ഒരു സംസ്ഥാനത്ത് ഏതോ ഒരു വനിതാ DGP ഇന്ത്യയിലെ ആദ്യ വനിതാ DGPയുടെ പേര് പറയാമോ? എന്താ പേരെന്ന്? ഇങ്ങനെയാണ് പേരെന്താണ്? കാഞ്ചൻ
ചൗധരി ഭട്ടാചാര്യ, കാഞ്ചൻ ചൗധരി ഭട്ടാചാര്യയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ DGP കേട്ടോ. കേരളത്തിന്റെ ആദ്യ DGP, കേരളത്തിന്റെ ആദ്യ DGP ആണ്, കേട്ടിട്ടുണ്ടോ നിങ്ങള്? T. അനന്തശങ്കരയ്യർ ആണ് കേരളത്തിന്റെ ആദ്യ DGP. കേരളത്തിന്റെ നിലവിലെ DGP ചോദിച്ചാൽ നമുക്കറിയാം റവാഡ ചന്ദ്രശേഖരാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഉദ്യോഗാർത്ഥികളെ, നമുക്കറിയാം സുരക്ഷാ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. 24ാമത്തെ കേരള പോലീസ് ആക്ടിലെ 24ാമത്തെ സെക്ഷനാണ് സംസ്ഥാന സുരക്ഷാ കമ്മീഷനെ, അതായത് പോലീസിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ, അല്ലേ, അത് ജനകീയമാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് സുരക്ഷാ കമ്മീഷൻ. നമ്മൾ പറഞ്ഞ കാര്യമാണ്. നോക്കൂ, കമ്മീഷന്റെ രൂപീകരണം എന്തിനു വേണ്ടിയാ? പോലീസ് സേനയുടെ മേൽ സർക്കാരിനുള്ള മേൽനോട്ടം കൃത്യമാണെന്ന് ഉറപ്പുവരുത്താനും പോലീസിന്റെ പ്രവർത്തനങ്ങൾക്ക് നയപരമായ നിർദ്ദേശങ്ങൾ നൽകാനുമാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചത്. ഈ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചാണ് നമ്മുടെ ഈ പ്രീവിയസ് ചോദ്യം, അല്ലേ? കമ്മീഷന്റെ അംഗങ്ങൾ ആരെല്ലാന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് ഒരാൾ മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ. വൈസ് ചെയർമാൻ ആഭ്യന്തരമന്ത്രിയാണ്. സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇതിനകത്തൊരു അംഗമാണ്. അതുപോലെ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറിമാർ എന്നിവരെല്ലാം ഈ സുരക്ഷാ കമ്മീഷനിലെ അംഗങ്ങളാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്, ഈ സുരക്ഷാ കമ്മീഷന്റെ ചെയർമാൻ ആണല്ലോ മുഖ്യമന്ത്രി, സെക്രട്ടറി ആരെന്നായിരുന്നു നമ്മുടെ ചോദ്യം, അല്ലേ? ആരാണ് സെക്രട്ടറി? സംസ്ഥാന പോലീസ് മേധാവിയാണ്. ഓർത്തിരിക്കണം, DGP സംസ്ഥാന പോലീസ് മേധാവിയാണ് സെക്രട്ടറി എന്ന നിലയിൽ കമ്മീഷന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത്. ഓക്കെ അല്ലേ? പ്രിയ ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ CPO WCPO പരീക്ഷ അടിസ്ഥാനമാക്കിയ കുറച്ചേറെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. നോക്കൂ നിങ്ങൾ, ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ കേരള പോലീസിന് വേണ്ടി, കേരള പോലീസിലേക്ക് അണിചേരാൻ, കാക്കിപ്പടയുടെ ഭാഗമാകാൻ തീരുമാനിച്ചുറപ്പിച്ച യഥാർത്ഥ പോരാളികൾക്ക് വേണ്ടി സമഗ്രമായ ഒരു ബാച്ച് ഇതാ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പരിശീലനം ഇപ്പോൾ തന്നെ തുടങ്ങാം. ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. കോമ്പറ്റിറ്റീവ് ക്രാക്കർ CPO WCPO പരീക്ഷാ സിലബസിനെ ആധാരമാക്കിയ മുഴുവൻ വിഷയങ്ങളും, നിങ്ങളുടെ പരീക്ഷാ സിലബസിനെ അടിസ്ഥാനമാക്കിയ മുഴുവൻ വിഷയങ്ങളും നിങ്ങൾക്ക് പഠിക്കാനും കൃത്യമായി റിവിഷൻ ചെയ്യാനും PDF നോട്ടുകൾ അടക്കം നിങ്ങൾക്ക് തരാനും, മാത്രമല്ല നിങ്ങൾക്കൊരു സ്പെഷ്യൽ മെന്റർഷിപ്പ് ഉൾപ്പെടെ പ്രദാനം ചെയ്യുന്ന ഈ ഒരു CPO WCPO കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കും. ഓക്കെ അല്ലേ? പ്രിയ ഉദ്യോഗാർത്ഥികളെ, നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ഭാഗവുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.